ഈഗിൾ പൈലറ്റിന്റെ രക്ഷാപ്രവർത്തനം യുഎസിന്റെ ധീരമായ നടപടിക്ക് പ്രശംസയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ കാണാതായി എന്ന വാർത്ത പുറത്തുവന്നത്. മാത്രമല്ല, പൈലറ്റിനെ കയ്യിൽ കിട്ടിയാൽ കൊലപ്പെടുത്തുമെന്ന പ്രഖ്യാപനം പോലും ഇറാൻ നടത്തുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ ഈ ദൗത്യം എങ്ങനെയും വിജയകരമായി പൂർത്തിയാക്കണമെന്നും പൈലറ്റിനെ കണ്ടെത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൈനികരും ഒറ്റ വാക്കിലൂടെ അല്ലെങ്കിൽ ഒറ്റ രീതിയിൽ തന്നെ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെ നീങ്ങിയത്. മാത്രമല്ല, ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചുകൊണ്ട് ട്രംപും നെതന്യാഹുവും നീങ്ങുന്നത് അവിടെ വലിയ രീതിയിൽ ഒരു വാർത്തയായി തന്നെ പുറത്തു വന്നിരുന്നു. ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ ഇറാനിൽ നിന്ന് അതിസാഹസികമായി തന്നെ രക്ഷിച്ച US നടപടിക്ക് പ്രശംസയുമായിട്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. ഇതാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. രക്ഷാദൗത്യത്തിന് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ്, അതായത് ട്രംപിനെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അഭിനന്ദനം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടുപോയ US പൈലറ്റിനെ രക്ഷിക്കാൻ അമേരിക്ക നടത്തിയ പെർഫെക്റ്റ് ദൗത്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടതെന്നും രക്ഷാദൗത്യത്തിന് ഇസ്രായേൽ നൽകിയ സഹായത്തിന് ട്രംപ് നന്ദി അറിയിച്ചതായി തന്നെ നെതന്യാഹു എക്സിലൂടെ തന്നെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ദൗത്യത്തിന് രഹസ്യമായ ചില നീക്കങ്ങൾ നടത്താൻ പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവർ തയ്യാറെടുപ്പുകൾ നടത്തിയതായി തന്നെ വ്യക്തമാവുന്നുണ്ട്. ധീരമായ തീരുമാനമെടുത്തതിനും ശത്രു രാജ്യത്തു നിന്ന് പൈലറ്റിനെ രക്ഷിക്കാൻ അവിടെ കുറ്റമറ്റ രീതിയിൽ ദൗത്യം നടപ്പിലാക്കിയതിനും ഞാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നതായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷാദൗത്യത്തിൽ ഇസ്രായേൽ നൽകിയ സഹായത്തിന് ട്രംപ് നന്ദി അറിയിക്കുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. യുദ്ധകളത്തിനകത്തും പുറത്തും നമ്മുടെ സഹകരണം മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായതിനാൽ ഞാൻ ഇവിടെ അഭിമാനം കൊള്ളുന്നു. മാത്രമല്ല, ധീരമായ ഒരു അമേരിക്കൻ പോരാളിയെ രക്ഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നതിലും സന്തോഷമുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് ഇസ്രായേൽ രഹസ്യ അന്വേഷണ സഹായം നൽകിയതായി തന്നെ CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈലറ്റിനായുള്ള തിരച്ചിലിനെ അത് ബാധിക്കാതിരിക്കാൻ ഇറാനെതിരെ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്ന ചില ആക്രമണങ്ങൾ മാറ്റിവെച്ചതായും ഇസ്രായേൽ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ വിമാനം വെടിവെച്ചിട്ട് അതിനെ തുടർന്നുകൊണ്ട് കാണാതായ രണ്ടാമത്തെ F-15 പൈലറ്റിനെ സൈന്യം രക്ഷപ്പെടുത്തിയതായി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ സ്ഥിരീകരണം നടത്തിയിരുന്നു. US സൈന്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാദൗത്യമാണിതെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയത്. ഒരു പോരാളിയെയും പിന്നിൽ ഉപേക്ഷിക്കില്ല എന്ന് ഇവിടെ ട്രംപ് വ്യക്തമാക്കുകയാണ്. അതായത് ഏതൊരവസരത്തിലും തങ്ങളുടെ ജനതയ്ക്കൊപ്പം അതുപോലെ സൈന്യത്തിനൊപ്പം തന്നെ ട്രംപ് നിലകൊള്ളുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇത്, ഈ ഒരു വിശേഷണം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.